ടീച്ചർ, അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നിരിക്കുന്നത് രവീന്ദ്ര മാഷ്കർ വോട്ട് ചോദിക്കാൻ വേണ്ടിയാണ്. ടീച്ചർക്ക് അറിയാലോ, കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്ന സമയത്ത് അദ്ദേഹം ചെയ്ത ഒരുപാട് മികവാർന്ന പ്രവർത്തനങ്ങൾ നമ്മളെയൊക്കെ ശരിക്കും പ്രബുദ്ധരാക്കിയതാണ്. അതിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തിന് വ്യക്തി പ്രഭാവം കൊണ്ടാണ് ഞങ്ങളൊക്കെ വോട്ട് പിടിക്കാനായിട്ട് ഇറങ്ങിയത്. ടീച്ചർ രവീന്ദ്ര മാഷ്ക്ക് വോട്ട് ചെയ്യണം. മൊത്തത്തിൽ ടീച്ചർ സഹപ്രവർത്തകരും മറ്റാളുകളുടെയൊക്കെ അഭിപ്രായത്തിൽ എങ്ങനെയാ സാർ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്? സാറിനോട് വ്യക്തിപരമായിട്ട് തന്നെ എല്ലാവർക്കും ഒരു നല്ല സമീപനമാണുള്ളത്. നമസ്കാരം. ചാലക്കുടി മണ്ഡലത്തിൽ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയവുമില്ലാത്ത കുറെ അധികം ആളുകൾ മാഷിന് വേണ്ടി സ്ക്വാഡ് വർക്ക് നടത്തുകയാണ്. അവരെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അതും ഒരു 10, 20, 30 ആളുകൾ, അതായത് ഗവൺമെന്റ് റിട്ടയർഡ് ഉദ്യോഗസ്ഥരുണ്ട്. ഇവരൊക്കെ കൂടി ഓരോ വീടുകളിൽ കയറി രവീന്ദ്രനാഥ് മാഷിനെ എന്തുകൊണ്ട് ജയിപ്പിക്കണം, LDF എന്തുകൊണ്ട് ജയിച്ച് ലോകസഭയിലേക്ക് പോകണം എന്നതിനെ പറ്റിയൊക്കെ ബോധവൽക്കരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച ചാലക്കുടി മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുകയാണ്. നമ്മുടെ പിന്നിൽ കാണുന്നത് പോലെ നിരവധി ആളുകൾ ഈ പറയുന്നത് പോലെ രവീന്ദ്രനാഥ് മാഷ് ജയിപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പല വീടുകളിലും കയറി സ്ക്വാഡ് വർക്ക് നടത്തുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ രവീന്ദ്രനാഥ് മാഷിനെ ഇത്തവണ ജയിപ്പിച്ചു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സ്ക്വാഡ് വർക്ക്? നമുക്ക് MP ആയിട്ട് രവീന്ദ്രനാഥ് മാഷ് എത്തണം പാർലമെന്റില്. ഒരു എതിർശബ്ദം ഉയർത്താൻ ശക്തനായ ഒരാൾ വേണം. അത് കേരളത്തിലുള്ള MP മാത്രമേ കഴിയൂ എന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഏത് വിധേനയും നമ്മൾ LDF സ്ഥാനാർത്ഥികൾ കൂടുതൽ ജയിക്കണം. ഒപ്പം തന്നെ രവീന്ദ്രൻ മാഷി ചാലക്കുടിയിൽ വിജയിക്കണം എന്ന് അദമ്യമായ ആഗ്രഹവും അതിനാൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എത്രയധികം ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ സ്ക്വാഡ് വർക്കിന്? ഏതാണ്ട് ഒരു 10-30 പേരിൽ കൂടുതൽ ഇപ്പം നമ്മൾ ഈ സ്ക്വാഡ് ആയിട്ട് ബന്ധപ്പെട്ട് രണ്ടായിട്ട് തിരിഞ്ഞ് നമ്മൾ പോകുന്നുണ്ട്. മിക്കവാറും 200-300ഓളം ജീവനക്കാർ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ട്, വിവിധ മേഖലയിൽ നിന്ന് പിരിഞ്ഞവർ. അവരുടെയൊക്കെ നമ്മൾ വീടുകളിൽ പോയി അദ്ദേഹത്തിനെ കുറിച്ചും, ഒരു വീട്ടിൽ ചെന്നാലും അദ്ദേഹത്തെ കുറിച്ച് വോട്ട് ചെയ്യാം. ഇപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ബന്ധമില്ലാത്തവർ പോലും വോട്ട് രവീന്ദ്രൻ മാഷ് ചെയ്യും എന്നുള്ളൊരു ഉറപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം നല്ല ഭൂരിപക്ഷം കിട്ടി ജയിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ഒരു വീട്ടിൽ ചെന്നാലും ഒരു എതിരഭിപ്രായം ഇല്ല അദ്ദേഹത്തെ കുറിച്ച്. അങ്ങനെ രീതിയിലാണ്. എത്ര മണി വരെ ഈ സ്ക്വാഡ് വർക്ക് ഉണ്ട്? അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 6 മണി വരെ ഉണ്ട്. 6 മണി വരെ ഉണ്ട്. എല്ലാ വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ട് എല്ലാം ഞങ്ങള് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മള് അതുപോലെ കറവറില്ലാത്ത ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ കാലത്തും എല്ലാ വിദ്യാഭ്യാസ മേഖലയും വളരെയധികം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, എല്ലാ മേഖലകളും. ഇതൊരു പാർട്ടി സംവിധാനത്തിൽ നീങ്ങുന്നതാണോ? അല്ലല്ല, മാഷിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഒരു പങ്കാളിത്താണത്. ഒരു കൂട്ടായ്മയാണ്. അപ്പൊ നിങ്ങൾ ഈ ചാലക്കുടി മണ്ഡലത്തിൽ എല്ലായിടത്തും പോകുന്നുണ്ടോ? നമുക്ക് സംസാരിക്കാം. ചാലക്കുടി നമ്മുടെ കുന്നത്താട് നിയോജക മണ്ഡലത്തിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഈ പോകുന്നിടങ്ങളിലൊക്കെ ഈ പറയുന്നത് പോലെ മാഷിന് അനുകൂലമായ ട്രെൻഡാണോ കാണുന്നത്? അനുകൂലമായിട്ടുള്ള ട്രെൻഡ് മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവമാണ് മുഴുവൻ ആളുകളും കാണുന്നത് അല്ലേ? കുറെ ദിവസമായി? അല്ലല്ല, ഞങ്ങള് 2-2 ആഴ്ചത്തോളമായിട്ടും ഇതിന്റെ പുറകെ തന്നെയാണ്. ഏതായാലും മാഷെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ദൃഢ നിശ്ചയമാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചാലക്കുടി നമ്മൾ പിടിക്കും. ചാലക്കുടി തീർച്ചയായിട്ടും പിടിക്കും. സ്ക്വാഡ് വർക്കൊക്കെ പുരോഗമിക്കുകയാണോ? അതെ. ആണോ? എന്താ ട്രെൻഡ്, എന്താ നിലവിൽ ഇവിടുത്തെ? നമ്മുടെ രവീന്ദ്രൻ സാറ് തന്നെ ജയിക്കുന്നതാണോ? വിശ്വസിക്കുന്നത്. വീടുകളിലേക്ക് കയറുമ്പോ എന്താ പൊതുവെ ആളുകളുടെ വീടുകളിൽ നല്ല പ്രതികരണമാണ്. രവീന്ദ്രൻ മാഷിന് വളരെ സമ്മതനായ ആളായതുകൊണ്ട് എല്ലാവരും നല്ല പ്രതികരണമാണ്. വോട്ട് ചെയ്യാം, വോട്ട് തരും എന്ന് തന്നെയാണ് പറയുന്നത്. എപ്പോ തുടങ്ങിയത് നിങ്ങളുടെ സ്ക്വാഡ് വർക്ക്? ഞങ്ങള് രാവിലെ തുടങ്ങിയാണ്. ഇപ്പോ 3 സ്ക്വാഡായിട്ട് ഞങ്ങൾ തിരിഞ്ഞു. ഇപ്പോ കയറിയ സ്ഥലത്തൊക്കെ നല്ല പ്രതികരണമാണ്. വളരെ ഭംഗിയായിട്ട് രവീന്ദ്ര മാഷ് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ. ഇത് ഇലക്ഷന്റെ തലേദിവസം വരെ ഉണ്ടാവും ഈ സ്ക്വാഡ് വർക്ക്? ഏതാണ്ട് അത് ഉണ്ടാവും. ആണല്ലേ? നിങ്ങൾ എന്താ ഈ വീടുകളിലൊക്കെ കയറിയിട്ട് എന്താണ് ആളുകളോട് പറയുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ആളുകളുടെ മുന്നിൽ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള സ്വീകാര്യത എന്താണ് എന്ന് അവരോട് തന്നെ ചോദിക്കാം. അവർക്ക് തന്നെ ഇഷ്ടമാണല്ലോ. വിദ്യാഭ്യാസ മന്ത്രി ഇപ്പൊ നെൽഷൻ ചെയ്തതല്ലേ. രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നൊക്കെ ഉണ്ട്. ഈ പൊതുവെ രക്ഷിക്കാനാണെന്ന് തന്നെ പറയുന്നുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താ ജനങ്ങൾ പറയുന്നത്? നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറയുമ്പോൾ മൊത്തത്തില് നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ ഭരണം നമ്മുടെ കേരളത്തിലും അല്ലെങ്കിൽ രാജ്യത്ത് മൊത്തം ഒരു തിരിച്ചടിക്കുന്ന, ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ചെല്ലുന്ന വീടുകളിൽ പറയുകയും 5 കൊല്ലക്കാലം കോൺഗ്രസ് ഇവിടെ MP ആയിപ്പോയ ബെന്നി ബെഹനാൻ നമ്മുടെ ഈ മണ്ഡലത്തിൽ യാതൊന്നും ചെയ്യാതെ ഇതുവരെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ LDF-ന്റെ സ്ഥാനാർത്ഥിയായ രവീന്ദ്രൻ മാഷെ ജയിപ്പിക്കേണ്ടത് ഈ മണ്ഡലത്തിന്റെ ആവശ്യമാണ്. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഇന്നസെന്റ് തുടങ്ങി വച്ചിരുന്ന
വികസന പ്രവർത്തനങ്ങളുടെ ഇനിയുള്ള ഭാഗം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായ രവീന്ദ്രൻ മാഷ് ജയിച്ച് വരിക എന്നുള്ള ഒറ്റ രീതിയിലുള്ള പ്രവർത്തനവും മറ്റ് ജനങ്ങളിൽ നിന്ന് അത് നമുക്ക് തിരിച്ച് അനുകൂലമായ ഒരു രീതിയിലുള്ള വാക്കുകളും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്. ഈ പൊതുവെ അത് മറ്റുള്ള ആളുകളുടെ ഉണ്ടല്ലോ, ഈ സ്ക്വാഡ് വർക്കിന് ഇറങ്ങുമ്പോഴേ ഇപ്പൊ രാജ്യത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ പൊതുവെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അത് LDF അനുകൂലമായിട്ടുള്ള ഒരു വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും. ഞങ്ങളിപ്പോ കുറച്ച് നാളുകളായി പല സ്ക്വാഡുകളായിട്ട് വീടുകൾ സന്ദർശിക്കുന്നു. പല ഭാഗത്തു നിന്നും നമുക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു നിലപാടുകളാണ് ഭവനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ അംഗീകരിച്ച ഒരു നിലപാടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഒരു അധ്യാപന നിലയിൽ എനിക്ക് കൂടുതൽ പറയാനുള്ളത്, രവീന്ദ്രൻ മാഷ് കഴിഞ്ഞ 2016 മുതൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ സമയത്ത് ഞാൻ അധ്യാപകനായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളെല്ലാം അടച്ചുപൂട്ടിയിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് മുടങ്ങിയിരുന്ന ഒരു സമയത്ത് കേരളത്തിൽ മാത്രം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ ട്യൂഷൻ പോലെ കൈറ്റ് വിക്ടേഴ്സ് ചാനൽ വീട്ടിൽ വന്ന് അധ്യാപകൻ ട്യൂഷൻ എടുക്കും പോലെ കുട്ടികൾക്ക് ക്ലാസ് അനുഭവിക്കാൻ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നമ്മുടെ രവീന്ദ്രൻ മാഷ് വേണ്ട സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നിരുന്നു. കൂടാതെ നമ്മൾ സ്കൂളുകളിലെല്ലാം കുട്ടികൾക്ക് വീട്ടിലേക്ക് വിക്ടേഴ്സ് ചാനൽ കാണാൻ കഴിയാത്ത TV ഇല്ലാത്ത കുട്ടികൾക്ക് ലാപ്ടോപ്പുകൾക്ക് ഏർപ്പാട് കൊടുത്തു. മൊബൈൽ ഫോണുകൾ ഞാൻ തന്നെ ഒരു 6 മൊബൈൽ ഫോണുകളും സംഘടിപ്പിച്ച് എൻ്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വോട്ടായിട്ട് വരും, ഇതൊക്കെ വോട്ടായിട്ട് വരും എന്നുള്ള തീർച്ചയായിട്ടുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അല്ലെ? ഈ കയറുന്ന വീടുകളിലൊക്കെ ഈ മണിപ്പൂർ വിഷയം, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ല്, ഇലക്ട്രൽ ബോണ്ട്, ഇതിനെയൊക്കെ പറ്റി ആളുകളോട് വ്യക്തമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കും. തീർച്ചയായിട്ടും മണിപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ നടന്ന വർഗീയ കലാപം ഈ ഗവൺമെന്റ് ഉണ്ടായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടെ പോകാനോ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനോ ഒരു പ്രതികരണം നടന്നിട്ടില്ല. അത് കേരളത്തിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടായാൽ കേരളത്തിൽ ഇത് ആവർത്തിക്കാനുള്ള നടപടിക്രമമായിട്ടാണ് ഇപ്പോൾ അവർ പോകുന്നത് തന്നെ. അപ്പം അതുകൊണ്ട് മണിപ്പൂരും CAയും പ്രധാന വിഷയമാണ് ഈ ചരിത്രം. മാത്രമല്ല ഭരണഘടനയിലെ മതരാഷ്ട്രം സൃഷ്ടിക്കാനുള്ള രീതിയുമായി മുന്നോട്ട് പോകുന്നുണ്ടല്ലോ, അതൊരു പ്രധാന ഘടകമാണ്. തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ അവരുടെ അടുത്ത് കൂടുതലായിട്ട് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഭരണഘടന മാറ്റി എഴുതാൻ എന്താണ് പറയുക, അവരുടെ ഒരു വിചാരധാര പോലെ അല്ലെങ്കിൽ അവരുടെ മനുസ്മൃതിയായിട്ട് മാറ്റി എഴുതാൻ, ഭരണഘടന മാറ്റി എഴുതാനാണല്ലോ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം 24 വീണ്ടും ഒരു അധികാരത്തിൽ വന്ന ആ മനുസ്മൃതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പാടില്ല. ജനങ്ങൾ എന്താ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്താ ജനങ്ങളുടെ ഭാഗത്തുള്ള പ്രതികരണം? അവർക്ക് ഏകദേശം ധാരണയുണ്ട് ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് RSSന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ചിന്താഗതി ജനങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിലാണ് അവർ ഇടതുപക്ഷത്തിന്റെ MP പാർലമെന്റിൽ വേണം എന്നവർ ആവശ്യപ്പെടുന്നതിന്റെ പ്രധാന കാരണം അതാണ് നമ്മൾ എല്ലാവരോടും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. അത് ചാലക്കുടിയിൽ വോട്ടായി മാറും. തീർച്ചയായിട്ടും വളരെ അറിവുള്ള, ശരിക്കും നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള കേരളത്തിലെ ഏതാനും എടുത്തു പറയാവുന്ന വ്യക്തികളിൽ ഒരാൾ അദ്ദേഹം തന്നെയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഡിഗ്രി അല്ലെങ്കിൽ ബിരുദങ്ങൾ, പേരിന് പുറകെ എഴുതാവുന്ന ബിരുദങ്ങളെ അല്ല, അദ്ദേഹത്തിന്റെ അറിവ്, അതാണ് ഉദ്ദേശിച്ചത്. ആ തലത്തിൽ അദ്ദേഹം വളരെ മുമ്പിലാണ്. പിന്നെ ശാസ്ത്രം വിഷയത്തോടുള്ള അദ്ദേഹത്തിന്റെ ആഭിമുഖ്യം, ശാസ്ത്രം അദ്ദേഹം പഠിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിൽ എഴുതുകയും ഗവേഷണം നടത്തുകയും കുട്ടികൾക്ക് ഈ അറിവ് പങ്കുവയ്ക്കുകയും പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും അതുപോലെ ആർക്ക് വേണമെങ്കിലും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതിന് അദ്ദേഹത്തിന് പ്രാപ്തി ഉണ്ടായിരുന്നു, വേണ്ടത്ര വിദ്യാഭ്യാസപരമായ അറിവുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇനി വേറൊന്നുള്ളത്, നമ്മുടെ ഇന്നസെന്റിന് ശേഷം നമ്മുടെ ചാലക്കുടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള വികസനം നമുക്ക് വീണ്ടും എത്തിച്ചു തരുന്നതിൽ, ഇപ്പോൾ ഇന്നസെന്റിന്റെ കാര്യം നമുക്കറിയാം. ഇന്നസെന്റ് ആണ് നമ്മുടെ നാട്ടിലെ റോഡുകളെല്ലാം, എല്ലാ റോഡുകളുടെയും പിന്നിൽ അദ്ദേഹത്തിന്റെ പരിശ്രമമുണ്ട്. അദ്ദേഹം ഡൽഹിയിൽ ചെയ്ത പ്രവൃത്തിയുടെ അഥവാ ഹാർഡ് വർക്കിന്റെ ഫലമാണെന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ രാമമംഗലത്തേക്കൊക്കെ പോകുന്ന, നമ്മളെ കറുകപ്പള്ളിയിലേക്കൊക്കെ പോകുന്ന ആ റോഡുകൾ, അതുപോലെ ഒത്തിരി റോഡുകളുണ്ട്. നമ്മുടെ കോലഞ്ചേരിയിൽ നിന്ന് 4-ാം വശത്തേക്ക് പോകുന്ന റോഡുകളെല്ലാം നന്നാക്കി എടുത്തതിൽ ഇന്നസെന്റിന് വലിയ പങ്കുണ്ട്. അതിന് തുടർച്ച കിട്ടണമെങ്കിൽ അദ്ദേഹത്തെ പോലെ തന്നെ പ്രാപ്തിയും ഒരു ശേഷിയും ശേഷിയുമുള്ള ഒരാളാണ് രവീന്ദ്രനാഥ് സാറ്.
അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു ഒരാളും കൈവിടില്ല. എല്ലാവരും ആ കാര്യത്തിൽ എനിക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുണ്ട് അദ്ദേഹം ജയിക്കുമെന്ന്. കാരണം എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് നല്ലതാണ് പറയുന്നത്. അദ്ദേഹം ഈ സ്ഥാനത്തിന് അർഹനാണ് എന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കും, യാതൊരു സംശയമില്ല കാര്യത്തിന്.